ഡിഡ് വി റീച്ച് അടിവാരം ചോദിച്ചു. നിനക്ക് കണ്ടു വളരെ സന്തോഷം. അപ്പോ വയനാടിന്റെ സൗന്ദര്യത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരം, ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയത് മഹാത്മാഗാന്ധിയിൽ നിന്നാണ്. വയനാട് പണ്ടേ ഒരു പ്രശ്നമാണ്. എന്നുവെച്ചാല് ഇവിടെ ചുരം 1766 മൈസൂർ രാജാക്കന്മാര് ഇങ്ങോട്ട് വരുന്നത്, മലബാറിലേക്ക് വരുന്നത്. അത് ആ വഴിക്ക് തന്നെ വന്നത്. അത് കഴിഞ്ഞ് 1792 ടിപ്പു 3-ാം മൈസൂർ യുദ്ധത്തിൽ തോറ്റിട്ട് ബ്രിട്ടീഷുകാർക്ക് മലബാർ വിട്ടുകൊടുക്കണം. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ജില്ലയായിട്ട് മലബാർ മാറിയത്. അപ്പൊ ഇവരാലോചിച്ചിരുന്ന ഒരു കാര്യം, ഇന്ന് വലിയ തമാശ ഒന്നും, വയനാട്ടിലേക്ക് റെയിൽ ഏർപ്പെടുത്താമെന്നാണ് ബ്രിട്ടീഷുകാരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താ കാരണം വെച്ചാല് അവര് നിലമ്പൂരേക്ക് റെയിൽ ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? അവിടെ വലിയ തേക്കുന്നോട്ടുണ്ടാക്കി ആ മരങ്ങള് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ വയനാട്ടിലെ മരങ്ങളും പിന്നെ അവര് തന്നെ മുൻകൈയെടുത്ത് വെച്ചു പിടിപ്പിച്ച ചായയും കാപ്പിയും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് റെയിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ചുരം കനോളി സാഹിബിന്റെ കാലത്ത് 1832 എന്റെ ഓർമ്മ. ഇന്നത് കാണുന്ന അത്ര അല്ലെങ്കിലും എന്റെ പ്രധാനപ്പെട്ട പണികളൊക്കെ അന്ന് തീർന്നു. അപ്പോ ആ റെയിൽ ഉണ്ടായില്ല. നിലമ്പൂർ റെയിൽ ഉണ്ടാവുകയും ചെയ്തു. കാരണം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഇനി ഇവിടെ അധികകാലമില്ല എന്നൊരു തോന്നല് സായിപ്പന്മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോ തീർച്ചയായിട്ടും ഇത്രയും മലബാറിൽ ഇത്രയും സുന്ദരമായൊരു സ്ഥലമുണ്ടോ? എനിക്ക് സംശയം. എന്റെ അനുഭവത്തിലില്ല. ഞാൻ നിങ്ങൾ കേട്ടോന്നറിയില്ല. ഗാന്ധി ഒരിക്കലും കോഴിക്കോട്ട് വന്നപ്പോ, അത് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോ മീറ്റിങ്ങിന് കുറച്ചധികം സമയം ബാക്കിയുണ്ട്. അപ്പൊ ഗാന്ധി ചോദിച്ചു, ഇവിടെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ വല്ലതും ഉണ്ട്, ഞാൻ പോയി കാണാം വെറുതെ. അപ്പോ അത് വയനാടുണ്ട്, പ്രത്യേകിച്ച് ചുരം വളരെ ഭംഗിയാണ്. ഓ അങ്ങനെയാണോ, ശരി എന്നാ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. ഇങ്ങനെ ഗാന്ധി ഒരു കാറിൽ കയറി പോവാണ്. അപ്പൊ കയറിയ ഉടനെ അദ്ദേഹം ചോദിച്ചു, എവിടുന്നാണ് ചുരം തുടങ്ങുന്നത്? അപ്പൊ അത് അടിവാരത്താണ് തുടങ്ങുന്നത്. എത്ര സമയം വേണം? അപ്പൊ പറഞ്ഞു 1 മണിക്കൂർ. ഗാന്ധി ഉടനെ ഉറങ്ങി. അപ്പൊ ഒരാരും പരിഗണിച്ചു. കാരണം അടിവാരത്തെത്തിയാല് ഇദ്ദേഹത്തെ ആരെ വിളിച്ചെടുത്തുക? മഹാത്മാഗാന്ധിയെ ഉറങ്ങുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഗാന്ധി കണ്ണു തുറന്നിട്ട് അതേ യന്ത്രം വായിക്കുകയാണ്. ഡിഡ് വി റീച്ച് അടിവാരം ചോദിച്ചു. നിനക്ക് കണ്ടു വളരെ സന്തോഷം. അപ്പോ വയനാടിന്റെ സൗന്ദര്യത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരം, ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയത് മഹാത്മാഗാന്ധിയിൽ നിന്നാണ്.